എല്ലാവർക്കും ഫാർമാടെക് മരുന്നറിവുകളിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലോസാർ എന്ന മരുന്നിനെക്കുറിച്ചാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈ BP ഉള്ള അവസ്ഥകളിൽ കൊടുക്കുന്ന ഒരു മരുന്നാണ് ലോസാർ. നിങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ ഇത് കഴിക്കുന്നുണ്ടാവാം. ലൊസാർട്ടൻ പൊട്ടാഷ്യം എന്നാണ് ഇതിൻ്റെ പൊതുവായ നാമം. വിവിധ ബ്രാൻഡ് നെയിമുകളിൽ ഇത് ലഭ്യമാണ്. ലൊസാർ, റിപ്പൈസ്, ലൊസാനോം, ലൊസാക്കൈൻഡ് തുടങ്ങിയ പേരുകളിലെല്ലാം മാർക്കറ്റിൽ ഇത് ലഭ്യമാണ്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായി നമ്മുടെ ശരീരത്തിൽ പ്രഷർ വർദ്ധിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോഴോ നമ്മുടെ ശരീരം തന്നെ പ്രകൃതിയാൽ ചില മെക്കാനിസം ആക്ട് ചെയ്യാറുണ്ട്. അഥവാ റാസ് സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത്. റെനിൻ ആൻജിയോടെൻസിൻ ആൾഡോസ്റ്റിറോൺ സിസ്റ്റം എന്നാണ് പറയുന്നത്. റെനിൻ ആൻജിയോടെൻസിൻ ആൾഡോസ്റ്റിറോൺ സിസ്റ്റം അഥവാ റാസ് സിസ്റ്റം. ഇത് പ്രകൃതിയാൽ തന്നെ ഉള്ള ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം തകരാറിലാകുമ്പോഴാണ് നമ്മുടെ പ്രഷർ അനിയന്ത്രിതമായി പോവുകയും നമ്മൾ പുറമേ നിന്ന് മരുന്ന് നൽകുകയും ചെയ്യേണ്ടി വരുന്നത്. ലോസാർ എന്ന മരുന്ന് ARB എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഒരു മരുന്നാണ്. ആൻജിയോടെൻസിൻ റെനിൻ ബ്ലോക്കർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. മറ്റു മരുന്നുകൾ ഈ വിഭാഗത്തിൽ വരുന്നത് ലൊസാറ്, ടെൽമിസാറ്റൻ, ഒൽമിസാറ്റൻ, അസിൽസാറ്റൻ തുടങ്ങിയവയാണ്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഇതെങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ആൻജിയോടെൻസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഹോർമോണുകൾ രക്തക്കുഴലുകളെ ചുരുക്കുകയും നീർക്കെട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, നമ്മുടെ വൃക്കകളുടെ മുകളിലായുള്ള അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ സോഡിയവും ജലവും തങ്ങി നിൽക്കാനും തന്മൂലം നീർക്കെട്ടുണ്ടാകാനും BP വർദ്ധിക്കാനും കാരണമാകുന്നു. അപ്പം നമ്മൾ സാധാരണയായി ലോസാർ എന്ന മരുന്ന് നൽകുമ്പോൾ ഈ പ്രവർത്തനത്തെ ലോസാർ എന്ന മരുന്ന് തടഞ്ഞു വെക്കും, ബ്ലോക്ക് ചെയ്യും. അതുമൂലം രക്തക്കുഴലുകൾ വികസിക്കുകയും നല്ല രീതിയിൽ മൂത്രം ഉൽപ്പാദിപ്പിക്കുകയും നമുക്ക് നല്ല രീതിയിൽ രക്ത ഓട്ടം ഉണ്ടാകുകയും തന്മൂലം BP കുറയുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ലളിതമായ പ്രവർത്തന രീതി. പക്ഷേ ഇവിടെ നാം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലോസാറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോസാർ നിങ്ങൾക്കറിയാവുന്നതിന് പ്രധാനമായും BP ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇത് മാത്രവുമല്ല, പ്രമേഹ രോഗമുള്ളവർക്ക് BP വരുമ്പോൾ, ഉയർന്ന രക്തസമ്മർദ്ദം വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ് ലോസാർട്ടൻ പൊട്ടാഷ്യം. മാത്രവുമല്ല, പക്ഷാഘാതമുണ്ടാകാൻ, അതായത് സ്ട്രോക്ക് വരുന്ന സമയത്തും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ലോസാർട്ടൻ പൊട്ടാഷ്യം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ലോസാർ സാധാരണയായി 4 മുതൽ 6 മണിക്കൂർ സമയം വരെ ശരീരത്തിൽ കാണുന്നുള്ളൂ എന്നായിരുന്നു. പക്ഷേ പുതിയ പഠനങ്ങൾ പറയുന്നത് ഇത് ശരീരത്തിൽ വിഘടിച്ചതിന് ശേഷം ഇതിൻ്റെ മെറ്റബോളൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു വസ്തു, അത് EXP 3174 എന്നാണ് അതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് ഏകദേശം 13-14 മണിക്കൂറോളം ശരീരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും ആ മെറ്റബോളൈറ്റിന് BP കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നും അർത്ഥം. എന്ന് വെച്ചാൽ, ചുരുക്കം പറഞ്ഞാൽ, ലോസാർട്ടൻ പൊട്ടാഷ്യം BP കുറയ്ക്കാൻ ഒരു നല്ല മരുന്ന് തന്നെയാണെന്ന് അർത്ഥം. പക്ഷേ ഇത് അതിനേക്കാളൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം, ലോസാർട്ടൻ പൊട്ടാഷ്യത്തെക്കുറിച്ചൊരു പഠനം നടന്നിട്ടുണ്ട്. ആ പഠനം കൃത്യമായി വൈദ്യശാസ്ത്ര മാഗസിനായ ലാൻസെറ്റ് ജേണൽ എന്നാണ് അതിന് പറയുന്നത്. ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം, ലാൻസെറ്റ് ജേണൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ലൈഫ് സ്റ്റഡി എന്നാണ്. ലോസാർട്ടൻ ഇൻ്റർവെൻഷൻ ഫോർ എൻഡ് പോയിൻ്റ് റിഡക്ഷൻ കാർഡിയോ വാസ്കുലാർ ഈവൻറ്റ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ആ സ്റ്റഡിയിൽ ഉരുത്തിരിഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ലോസാർട്ടന് പ്രഷർ കുറയ്ക്കുക എന്ന ദൗത്യത്തെക്കാൾ ഉപരിയായി മറ്റ് ചില ഗുണങ്ങളും കൂടിയുണ്ട്. അതിന് നമ്മൾ പ്ലിയോട്രോപ്പിക് ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്. ഒന്നാമതായി പറഞ്ഞത് യൂറിക്കോസോറിക് ഇഫക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള അമിതമായ യൂറിക് ആസിഡിനെ പുറന്തള്ളാനുള്ള കഴിവ് ലോസാർട്ടൻ പൊട്ടാഷ്യം എന്ന മരുന്നിനുണ്ട്, ലോസാറിനുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, BP അധികമായുള്ളവരിലൊക്കെ സാധാരണയായി യൂറിക് ആസിഡും കൂടി നിൽക്കുന്നതായി കാണാറുണ്ട്. യൂറിക് ആസിഡ് ഇപ്പോൾ പുരുഷന്മാരിലാണെങ്കിൽ 8 മുകളിൽ വന്നാൽ, 8 മുകളിൽ വന്നാൽ അവർക്ക് ഗൗട്ട് എന്ന അസുഖം, മുട്ടിന് വേദനയും കാലിൻ്റെ ഉപ്പൂറ്റ് വേദനയൊക്കെ ഉണ്ടാകാറുണ്ട്. സ്ത്രീകൾക്ക് 6 മുകളിൽ വന്നാലും ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ലൊസാർ കഴിച്ചാൽ അവരുടെ BP യൂറിക് ആസിഡ് കുറയുമെന്നർത്ഥം. മറ്റൊരെണ്ണം, USFDAയുടെ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പക്ഷാഘാത ചികിത്സയ്ക്ക് ഈ ലൊസാർട്ടൻ നല്ല മരുന്നാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, 28
90% വൃക്ക സംബന്ധമായ രോഗങ്ങൾ കുറയ്ക്കാൻ ഈ ലോസാറ് കൊണ്ടുള്ള ചികിത്സയ്ക്ക് കാരണമാകും. വേറൊരു പ്രത്യേകത, ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടും. അഥവാ ഷുഗർ കുറയാനുള്ള സാധ്യത, ഷുഗർ നിയന്ത്രിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. മറ്റൊരെണ്ണം, മരണസംഖ്യയും അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കിടന്നു പോകാനുള്ള സാധ്യതയും ഈ ലൊസാറ് കുറയ്ക്കുന്നതായി പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പോരായികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പാർശ്വഫലങ്ങളെന്ന് പറഞ്ഞാൽ തലക്കറക്കം, ക്ഷീണം, അതുപോലെ രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സോഡിയം കുറയുന്ന അവസ്ഥ, ഹൈപ്പോനെട്രീമിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ. കാരണം ലൊസാറ് കഴിക്കുന്നവർക്ക് സാധാരണ മൂത്രം നല്ല രീതിയിൽ പുറത്തു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ സോഡിയം കുറയാനുള്ള ഒരു സാധ്യത, ഹൈപ്പോനെട്രീമിയ ഉണ്ടാകാനുള്ള സാധ്യത, ഇതൊക്കെയാണ് ലോസാറുമായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ലൊസാർ എന്തുകൊണ്ടും പ്രഷറിന് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്നുകളിൽ ഒന്ന് തന്നെയാണ്. ഇത് നിങ്ങളുടെ ലൊസാറ് കഴിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അറിയിച്ചു കൊടുക്കുക. ഒപ്പം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിനി ഏത് മരുന്നിനെക്കുറിച്ചാണോ അറിയേണ്ടത് ആ മരുന്നുകൾ കമൻറ്റായി ചോദിക്കുക. നന്ദി.